അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ്. ഓക്കെ, ഈ ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ഒരു ചാപ്റ്ററിൽ നിന്നാണ്. അതിൻ്റെ സബ് ടോപ്പിക് എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് മോഷനാണ്. ഓക്കെ, അതായത് ഡിസ്പ്ലേസ്മെൻറ്റും വെലോസിറ്റിയും ആക്സിലറേഷനും ഒക്കെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ, അത് മീൻസ് എക്സ് ഇൻ ടേംസ് ഓഫ് ടി തന്നു കഴിഞ്ഞാൽ ആ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു സെഗ്മെൻറ്റ് അതിൽ നിന്നുള്ളൊരു ചോദ്യമാണ് കേട്ടോ. സോ ചോദ്യം പറയുന്നത് ഇങ്ങനെയാണ്: എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. The variation of position x as a function of time t is given by x equals t cube minus 6t square plus 20t plus 15. Okay. The velocity of the body when its acceleration become 0 എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ശ്രദ്ധിക്കുക, നമ്മൾക്കിവിടെ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ പൊസിഷൻ്റെ എക്സ്പ്രഷനാണ്. സോ പൊസിഷൻ ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം ടി ആണ് നമ്മൾക്ക് തന്നിരിക്കുന്നത്, ആണല്ലോ. നൗ ചോദിച്ചിരിക്കുന്ന ഇതാണ്: ഈ ഒരു ബോഡീൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിക്കിളിൻ്റെ ആക്സിലറേഷൻ 0 ആകുന്ന സമയത്ത്, ഈ ഒരു പാർട്ടിക്കിളിൻ്റെ ആക്സിലറേഷൻ 0 ആകുന്ന സമയത്ത് വെലോസിറ്റി എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഏത് എക്സിൻ്റെ എക്സ്പ്രഷൻ, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് ആദ്യമേ ഇതിൻ്റെ വെലോസിറ്റീൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, സോ വെലോസിറ്റീൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും വരുന്നത്? വെലോസിറ്റിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും: വി ഈസ് ഈക്വൽ ടു, അല്ലേ, വി ഈസ് ഈക്വൽ ടു 3t സ്ക്വയർ മൈനസ് 12t പ്ലസ് 20 എന്നായിരിക്കും. സോ നമ്മൾക്കിപ്പോൾ ഈ കിട്ടിയിരിക്കുന്നതാണ് എന്തിൻ്റെ എക്സ്പ്രഷൻ? വെലോസിറ്റീൻ്റെ എക്സ്പ്രഷൻ. ഓക്കെ, സോ ഞാൻ ഇതിനെ ഒന്നുകൂടെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. സോ ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു എന്ത് വരും? 6t മൈനസ് 12 എന്ന് വരും. സോ ഈ തന്നിരിക്കുന്നത് ആക്സിലറേഷൻ്റെ എക്സ്പ്രഷനാണ്. ഇനി അവർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആക്സിലറേഷൻ 0 ആകുന്ന സമയത്ത്, അല്ലേ, ആക്സിലറേഷൻ 0 ആകുന്ന സമയത്ത് എന്ത് വെലോസിറ്റി എത്രയാണെന്ന് ചോദിക്കുന്നത്. സോ ആക്സിലറേഷൻ 0 ആകുന്ന സമയത്ത് എന്നുള്ള ആ ഒരു ഭാഗത്ത് നിന്ന് ഏത് സമയത്താണ് ആക്സിലറേഷൻ 0 ആകുന്നതെന്ന് കണ്ടുപിടിക്കണം. അതിനായിട്ട് എന്ത് ചെയ്യുക? ഈ ആക്സിലറേഷൻ ഈക്വൽ ടു 0 എന്നിട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 6t മൈനസ് 12 എന്ന് വരും. ഇതിനെ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? ഇതിനെ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ 12 ഈസ് ഈക്വൽ ടു 6t എന്ന് വരും, അല്ലെങ്കിൽ t ഈസ് ഈക്വൽ ടു എന്തായി? 2 എന്നും. സോ t ഈക്വൽ ടു എന്തെന്ന് കിട്ടി? നമ്മൾക്ക് 2 എന്ന് കിട്ടി, ആണല്ലോ. ഇനി എന്ത് കണ്ടുപിടിച്ചാൽ മതി? വെലോസിറ്റി വെൻ t ഈക്വൽ ടു 2 കണ്ടുപിടിച്ചാൽ പോരെ. സോ വെലോസിറ്റി v ഈസ് ഈക്വൽ ടു എന്തായി? വെൻ t ഈസ് ഈക്വൽ ടു 2 ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വരും മക്കളെ? 4 എന്ന് വരും, അല്ലേ, ആണല്ലോ. മൈനസ് എന്തായി? ഇത് 12 ഇൻറ്റു 2 എന്ന് വന്നു, പ്ലസ് 20 എന്ന് വന്നു, ആണല്ലോ. സോ ഹിയർ ദിസ് ഈസ് 4 3s are 12 മൈനസ് ഇതെന്ന് പറയുന്നത് എത്ര വന്നു? 24 പ്ലസ് 20 എന്ന് വന്നു. ഇതിൻ്റെ എത്ര വരും? മൈനസ് ഓഫ് 12 പ്ലസ് 20 എന്ന് വരും, അല്ലെങ്കിൽ വി ഈസ് ഈക്വൽ ടു എത്ര വന്നു? വി എന്ന് പറയുന്നത് എത്രയായി? 20 മൈനസ് 12, അതായത് 8 എന്ന് വരും. സോ നമ്മളുടെ വീൻ്റെ വാല്യൂ എത്ര വന്നു? വി ഈസ് ഈക്വൽ ടു 8 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ?